കഴിഞ്ഞ കൊല്ലം നമ്മളെ ഈ യൂട്യൂബിൽ അഴിഞ്ഞാടുന്ന എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, നമ്മളെപ്പോഴും ആദ്യം പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് നമ്മുടെ ഉപദേശം. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഇവിടെ പല അവകാശങ്ങളും ഉണ്ട്, പല നിയമവ്യവസ്ഥിതികളും ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇസ്ലാമിൽ ചില കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ നൂറെ ഹബീബ് പരിപാടിയിൽ നടക്കുന്ന ചില തോന്നിവാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു വെല്ലുമ്മ വന്നു, നമ്മുടെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഈ മൊയ്ലിയാരുടെ സംഗതി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് തമ്പനയിലൊക്കെ ഇട്ടിട്ട് എന്നെ വന്നിരുന്ന് ചീത്ത പറയാണ് ഒരു വെല്ലുമ്മ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ വല്യമ്മയുടെ ഒരു ഡാൻസാണ് നിങ്ങൾ കണ്ടത്. എന്തിനാണ് ഈ വല്യമ്മയുടെ ഡാൻസ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഉമ്മ അഗാധമായിട്ട് ഇസ്ലാമിനെക്കുറിച്ചും അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇൽമിനെക്കുറിച്ചും എല്ലാം അഗാധമായി പാണ്ഡിത്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് ഉസ്താദുമാരെക്കുറിച്ചും അലിമിനെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യുകയും അവരെ തെറി പറയുകയും എല്ലാം ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും മെച്ചം. തീർച്ചയായിട്ടും ഈ ഉമ്മയുടെ വീഡിയോ ഒക്കെ അവരുടെ കുട്ടികളോ അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട കുടുംബക്കാരോ ആരും ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു തമാശയാണ്. കാരണം ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് കാര്യമായ റീച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബക്കാരെല്ലാം കണ്ടിട്ട് എത്ര ഒരു ഇളിമ്പ്യരായിട്ടാണ് അല്ലെങ്കിൽ ഒരു അപഹാസ്യരായിട്ടാണ് അത് പൊതുജനങ്ങളുടെ മുന്നിൽ കൂടി അവർക്ക് നടക്കാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അത്തരത്തിൽപ്പെട്ട വീഡിയോകളാണ്. നമ്മൾ ഇത്തരത്തിൽപ്പെട്ട വീഡിയോ മറ്റ് ഇതര സമൂഹത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് കളിയാക്കി ചിരിക്കുകയും അവർ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അത് അയച്ചു തരികയോ എന്നിട്ട് എന്താണ് ഇതാണോ ഇസ്ലാം, ഇങ്ങനെയാണോ നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും തല താഴ്ത്തേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉസ്താദും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് ഈ ഉമ്മ ചെയ്തു വെച്ചത്? ഇത്രയും കാലം ഡാൻസും പാട്ടും കൂത്തും എല്ലാമായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിൽ ഇപ്പോൾ അതിനെയൊക്കെ വെച്ചുകൊണ്ട് മന്ത്രവാദവും അതുപോലെ തന്നെ ദിക്റും സലാത്തും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണേറ് പിടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അകപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു കുറുക്ക് വഴിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഉമ്മയുടെ ആ വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. അലൈക്കും എന്റെ പൊന്നാര മുത്തുമണികളെ, ഡാൻസും തുള്ളിക്കളിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം കിട്ടുന്ന സംഭവം ഞാൻ പറഞ്ഞു കേട്ടെ. നിങ്ങളെ കുട്ടികൾക്കും നിങ്ങൾക്കും കണ്ണേറ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടോ? ഉറക്ക് തൂക്കുന്നുണ്ടോ? ശരീരൊട്ടാകെ വേദന ഉണ്ടോ? ഒക്കത്തിനും പരിഹാരമുണ്ട്. എന്താണെന്ന് നിങ്ങൾ അറിയല്ലേ? ഒരു നൂല് മന്ത്രിക്കുന്ന കാണിച്ചാൽ നിങ്ങൾ എന്നെ മന്ത്രിച്ച് കെട്ടിക്കോളി. ഡോക്ടർ അല്ല മൗലിയാമാരത്തൊന്നും പോകണ്ട. ആദ്യം 3 ഫാത്തിഹ ഓതുക. ഈ ഒരു നൂലെടുക്കുക, ഓതിയിട്ട് ഇഷഫ് എന്ന് പറഞ്ഞ് ഇതിൽ 3 കുൽഹുവല്ലാഹു ഇഷഫ് എന്ന് പറഞ്ഞ് ഊതുക ഓതിയിട്ട് കുൽഹുവല്ലാഹു ഇഷഫ് എന്ന് പറഞ്ഞ് ഊതുക ഓതിയിട്ട് പിന്നെ കുൽഹുവല്ലാഹു ബിറബ്ബിൽ ഫലക്ക് 4 പ്രാവശ്യം ഇഷഫ് എന്ന് പറഞ്ഞ് ഓരോന്നും. പിന്നെ കുൽഹുവല്ലാഹു ബിറബ്ബിൻ നാസ് 3 പ്രാവശ്യം ഓതിയിട്ട് ഇഷഫ്. പിന്നെ യാസീൻ ഓതിയിട്ട് നമ്മളെ ഒരു യാസീനകത്ത് 7 മുബീനില്ല, 7 മുബീനും യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ നൂലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കണം, കുടുക്കിട്ട് വെക്കണം നിങ്ങള്. എന്നിട്ട് മൊബീൻ എത്തുമ്പോ ഷഫ്കൊണ്ടിരിക്കുമ്പോ ചെയ്തു വെക്കുക. എന്നിട്ട് മൊബീൻ എത്തുമ്പോ ഷഫ. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണും. എന്താണ് ഇതിൽ ഇത്ര പറയാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ വേറെ ഒരു പാട്ടും ഡാൻസുമായിട്ട് വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. എനിക്ക് ഇത് കാണുന്ന ഇവരുടെ കുടുംബക്കാരോടാണ് പറയാനുള്ളത്, എത്ര മോശകരമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മുടെ മതത്തിനും അതിൻ്റെ ചട്ടക്കൂടിനും എല്ലാം ഒരു ലിമിറ്റും അതുപോലെ ഒരു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ അതിർവരമ്പുകളെല്ലാം തന്നെ ലംഘിക്കുന്ന രീതിയിലാണ് ഉമ്മയുടെ പോക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കടിഞ്ഞാണിടേണ്ടയും അതിനെ നിയന്ത്രിക്കേണ്ടതും തീർച്ചയായിട്ടും അവരുടെ മക്കളും അതുപോലെ തന്നെ അവരുടെ ഭർത്താവും അവരുടെ കുടുംബക്കാരും അവരുടെ നാട്ടുകാരും അവരുടെ മഹല്ല് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ആ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കുക എന്ന് പറയുമ്പോൾ അതിനെ മതത്തെ കൂടി കൂട്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറ്റത്തരവും വളരെ മോശവും വളരെ വൃത്തികേടുമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും തുറന്നു പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളൊന്നും ഒരു കാലത്തും നമ്മുടെ മതത്തെയോ അതിൻ്റെ അന്തസ്സത്തെയോ കളങ്കപ്പെടുത്തുന്ന യാതൊരു വീഡിയോയിൽ ഒരു പരാമർശം പോലും നമ്മളാരും നടത്താറില്ല.
അല്ലെങ്കിൽ അതിന് അഗാധ്യമായ പാണ്ഡിത്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉണ്ടാവണം. അത്തരത്തിൽപ്പെട്ട മാലിന്യങ്ങൾ ഉസ്താദുമാർ നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരെ വൃത്തികെട്ട ഭാഷയിൽ അവരെ അപഹസിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഇത്താത്തയുടെ ഒരു പരിപാടി. അതിനുശേഷം ഇത്താത്ത ഇതെല്ലാം ചെയ്ത് മന്ത്രിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾ അതിൽ നിന്നെല്ലാം മോചനമാകുമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് കൂടി നിങ്ങൾ കാണണം, അതൊന്ന് കണ്ടു. പിന്നെ ബീറ്റെടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി പിടിച്ചെന്റെ മൂട്ടിൽ മിന്നി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പി തിരിയില്ലാത്തി. അപ്പോൾ എങ്ങനെ ഇരിക്കണ്? തീർച്ചയായിട്ടും ഇതാണ് ഒരവസ്ഥ. ഇവരെയൊക്കെ എങ്ങനെയാണ് വിമർശിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ ട്രോളുക എന്നൊന്നും എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മക്കളും ഇവിടെ ഭർത്താവും അതുപോലെ തന്നെ കുടുംബക്കാരും തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടേണ്ടത് തീർച്ചയായിട്ടും നിർബന്ധമാണ്. അല്ലാത്ത കാലത്തോളം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് നിങ്ങളുടെ തല കുനിച്ച് നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. തീർച്ചയായിട്ടും ഒരു മതം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിക്കാതെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിഡ്ഢിത്തമായി മാറുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് ഉസ്താദ് പറഞ്ഞ 2-3 വാക്കുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വല്യമ്മ എന്താ പറയുന്നത്? വല്യമ്മ ഇതൊക്കെ ഇൽമൊക്കെ പഠിച്ചിട്ടൊന്ന് പറയണം. നമുക്ക് ക്ഷീണമുണ്ടോ, ഉറക്കം തൂങ്ങുന്നുണ്ടോ, മക്കൾക്ക് പ്രയാസമുണ്ടോ? നിങ്ങൾ ആദ്യം ഡോക്ടറെന്ന് പറഞ്ഞു ഒരു മൂല്യാരടുത്തും പോകണ്ട, നിങ്ങളൊരു ചരട് എടുത്താൽ മതി. ചരട് എടുത്ത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ചരടൊന്നും കിട്ടണില്ല, ഒരു വെളുത്ത ഇങ്ങനെ സാധനം ഉണ്ട്, ആ ചരടാക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇഷഫ് എന്ന് പറഞ്ഞു തരണം. ഇഷഫ് എന്ത് സാധനമാണാവോ അത്? ഇഷഫ്. ഓക്കെ, 3 കുൽഹുവല്ലാഹു ഷഫ് എന്ന് പറഞ്ഞ് ഓതിയിട്ട് പിന്നെ കുൽഹുവല്ലാഹു ബിറബ്ബിൽ ഫലക്ക് 4 പ്രാവശ്യം ഷഫ്. അപ്പോൾ കുൽഹു അല്ലാഹു എന്നും പറഞ്ഞുകൊണ്ട് ഇഷഫ് ഓതണം 3 പ്രാവശ്യം. പിന്നെ കുൽഹു അല്ലാഹു ബി റബ്ബിൽ ഫലക്ക്, അത് വെല്ലുമ്മക്ക് പഠിച്ചവന് പുതിയതായിട്ട് ഇറക്കി കൊടുത്ത സൂറത്തായിരിക്കും. വെല്ലുമ്മയുടെ വിചാരം എന്ന് പറഞ്ഞാൽ വെല്ലുമ്മ ഈ ഉസ്താദ്മാർക്കൊന്നും ഒന്നും അറിയാൻ പാടില്ല, ഉസ്താദ്മാരൊക്കെ വെറുതെ കുറ്റം പറയാനിരിക്കുകയാണ്. വെല്ലുമ്മ അങ്ങോട്ട് നൂറെ ഹബീബ് മുത്തുമണിയിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് കുൽഹു അല്ലാഹു ബി റബ്ബിൽ ഫലക്ക് 3 ഓതിയിട്ട് 4 ഓതിയിട്ട് ഇഷഫ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഊതണം. എൻ്റെ പൊന്നു വെല്ലുമ്മ, വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്. സങ്കടം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ ആരും ഇത് പറഞ്ഞു തന്നില്ല മക്കളെ, എനിക്കിത് മനസ്സിലാവണില്ല. സത്യം ഒരു സങ്കടമാണ് തോന്നണത്, നിങ്ങളോട് ദേഷ്യമൊന്നും അല്ലെന്നേ. ഇതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളാരും ഇല്ലേ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളാരും ഇല്ലേ? ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു നാണം തോന്നണില്ലേ? നിങ്ങൾക്കതില്ലെങ്കിലും അവർ പറഞ്ഞു തന്നില്ലേ ഉമ്മാനോട്? അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ ഉമ്മ അനുസരിക്കൂല, എന്താണ് സംഗതി മനസ്സിലാവണില്ല ഉമ്മ. ഇനി വേറെയും കുറേ വല്യമ്മമാരുണ്ടെന്നേ, സലാം പറഞ്ഞു വരും, അല്ലെങ്കിൽ മക്കളെ ഉമ്മ ഒരു പാട്ട് പാടട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. ഇങ്ങനെ ഇത് ജനമധ്യത്തിൽ നമ്മുടെ ഉമ്മമാർ കോമാളികളാകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? എത്രമേൽ സങ്കടകരാണിത്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, അവരൊക്കെ ഇങ്ങനെ കോമാളികളായി ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥ എത്രമേൽ മോശമാണ് മക്കളെ. സങ്കടം കൊണ്ട് പറയണതൊക്കെ മാറ്റി നിർത്തിക്കൂടെ? തീർച്ചയായിട്ടും ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയില്ല. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.